ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അന്ന് മുതലേ നിങ്ങളുടെ ലൈഫ് അടിമുടി മാറാനായിട്ട് തുടങ്ങിയാലോ? സങ്കല്പിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല അല്ലേ? അതെ, നമ്മൾ പറഞ്ഞു വരുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുള്ള സോൾ എ വൈഫ് ഫ്രം ഫ്യൂച്ചർ എന്നൊരു ഇൻഡോനേഷ്യൻ റൊമാൻറ്റിക് സയൻസ് ഫാന്റസി മൂവിയെ പറ്റിയിട്ടാണ്. അപ്പോൾ അധികം ലാഗില്ലാതെ നമുക്ക് നേരെ മൂവിയിലോട്ട് കിടക്കാം. അപ്പോൾ മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ഈ ഒരു കഥയിലെ നായകനായിട്ടുള്ള ജോനാത്തനെ കാണിക്കുന്നുണ്ട്. അവനാകട്ടെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് വളരെ നന്നായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എന്തെങ്കിലും തൻ്റെതായിട്ടുള്ള ഒരു സോളോ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യണമെന്നാണ് അവന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. സോ അങ്ങനെ അതിനു വേണ്ടിയുള്ള പ്രയത്നത്തിൽ തന്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷോട്ട് നോക്കിയിരിക്കുന്ന ജോനാത്തനെയാണ് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആർട്ടിക്കിൾ വെച്ച് അവരെടുത്ത ആ ഒരു പെർഫെക്റ്റ് മൊമെന്റ് തന്റെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അവന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കാർലോയെ ഈ ഒരു ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവനിങ്ങനെ സ്വന്തമായിട്ട് ഒരു എക്സിബിഷനൊക്കെ നടത്തണം എന്ന ആ ഒരു ആഗ്രഹം മനസ്സിലാക്കുന്ന കാർലോ ആകട്ടെ, നിന്റെ ആ ഒരു എക്സിബിഷന് ഈ പിക്കുകൾ മാത്രം വെച്ചിട്ട് കാര്യമില്ലെന്നും എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള പിക്ചേഴ്സ് കൂടി അവൻ എടുക്കണമെന്ന് കാർലോ അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കാർലോയെ കണ്ടതിന് ശേഷം കുറെ സിഗരറ്റ് ഒക്കെ വലിച്ച് അന്ന് അവൻ നേരെ ചെന്ന് മയങ്ങുന്നുണ്ട്. പക്ഷെ പിറ്റേ ദിവസം അവൻ രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് തന്റെ അപ്പുറത്ത് വളരെ സുന്ദരിയായിട്ടുള്ള, ഇതിനു മുമ്പ് യാതൊരു കണ്ടുപരിചയമില്ലാത്ത ഒരു പെൺകുട്ടി ഇരിക്കുന്നതാണ്. തന്റെ ബെഡില് തന്റെ പെർമിഷൻ ഇല്ലാണ്ട് ഇത് ആരാണ് ഈ പെൺകുട്ടി എന്ന് അറിയാണ്ട് പാനിക്കാവുന്നവൻ അവൾ ആരാണെന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ തന്റെ പേര് സോർ എന്നാണെന്നും താൻ അവന്റെ ഫ്യൂച്ചർ ഭാര്യയാണെന്നും അവൾ പറയുന്നുണ്ട്. ഇത് കേട്ട് ഒന്നും മനസ്സിലാവാതെ അവൻ വേഗം ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കാർലോനെ വിളിച്ച് ഇത് കാർലോ ഒപ്പിച്ച ഒരു പ്രാങ്ക് ആണെന്ന് കരുതിയിട്ട് അവന് ചീത്ത പറഞ്ഞിട്ട് ആ പെങ്കൊച്ച് ആരാണെന്നും അവളുടെ വേഗം എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാനും ആവശ്യപ്പെടുന്നുണ്ട്. ഇത് നേരം കാർലോ ആകട്ടെ, ഇവിടെ എനിക്ക് തന്നെ ഒരു പെണ്ണില്ലെന്നും പിന്നെയാണ് നിനക്ക് ഞാൻ പെണ്ണിനെ സെറ്റാക്കി തരുന്നതെന്നും പറഞ്ഞിട്ട് അതാരാണോ എന്താണെന്നൊന്നും തനിക്ക് അറിയില്ലെന്ന് ജോനാഥനോട് പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ സോറാകട്ടെ മുകളിലുണ്ടായിരുന്ന വിൻഡോ കൂടെ അവനീ സംസാരിക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ജോനാഥൻ വീണ്ടും വന്ന് അവളുടെ അടുത്ത് നിനക്ക് പൈസ വല്ലതും വേണോ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ തനിക്ക് അതിനൊന്നും ആവശ്യമില്ലെന്നും താൻ എപ്പോഴും ജോനാഥന്റെ ഒപ്പം ഉണ്ടാവും എന്നാണ് സോറ് പറയുന്നത്. മാത്രമല്ല ജോനാഥൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവൻ എടുക്കാനായിട്ട് മറന്ന അവന്റെ ഫോണും പേഴ്സും ഒക്കെ അവൻ എടുത്തു കൊടുത്തതിന് ശേഷം അവളും അവനെ ഫോളോ ചെയ്ത് പുറകെ കൂടെ പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ കുറെ അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ സോറിപ്പോ പെട്ടെന്ന് അവനോട് പയ്യെ പോവാനും നീ ഇപ്പൊ വീഴുമെന്നും വാൺ ചെയ്യുന്നുണ്ടെങ്കിലും അത് കേൾക്കാണ്ട് അവൻ ഓടുന്നതിന്റെ ഇടയിൽ അവൻ ഒരാളായിട്ട് ക്രാഷ് ചെയ്യുകയും ഇവൾക്ക് എങ്ങനെയാ ഇത് നേരത്തെ മനസ്സിലായെന്നും മാത്രമല്ല താൻ ഫോണും പേഴ്സൊക്കെ മറന്നത് ഇവൾ എങ്ങനെയാണ് അറിഞ്ഞതെന്നും അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് അവൻ നേരെ പോകുന്നത് അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എൽസയുടെ അടുത്തേക്കായിരുന്നു. അങ്ങനെ ഇപ്പൊ ജോനാഥനെ കാണുന്ന എൽസ തങ്ങൾ പുതിയതായിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങാനായിട്ട് പോവാണെന്നും അവനോട് അവന്റെ ഫോട്ടോഗ്രാഫി ഒക്കെ വിട്ടിട്ട് തന്റെ ഒപ്പം റെസ്റ്റോറന്റ് നോക്കാനായിട്ട് വരാനും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ജോനാഥനാകട്ടെ തന്റെ പാഷൻ വിട്ട് ഒരു പരിപാടിക്കും പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഇതേ നേരമാണ് അവനെ ഫോളോ ചെയ്ത് ഇപ്പൊ സോറ് അവിടേക്ക് എത്തുന്നത്. അവളാകട്ടെ തന്റെ പേര് സോറാണെന്നും ഞാൻ അവന്റെ ഭാര്യയാണെന്നും പറഞ്ഞ് എൽസയുടെ മുമ്പിൽ വെച്ച് അവളോട് പറയുന്ന നേരം ഇത് കേൾക്കുന്ന ജോനാഥൻ ആകെ ഷോക്കായിട്ട് തനിക്ക് ഈ പെങ്കുച്ചനെ അറിയാൻ പാടില്ലെന്നും ഇത് വേറൊരു പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് എൽസനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ദേഷ്യം വരുന്ന എൽസ ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അവരുടെ മേത്തേക്ക് ഒഴിക്കാൻ നിൽക്കുമ്പോൾ സോറ് അത് ബുദ്ധിപൂർവ്വം തടയുകയും അതിപ്പോ നേരെ ചെന്ന് ജോനാഥന്റെ മേത്തേക്ക് വീഴുകയും ചെയ്യുന്നുണ്ട്. ദേഷ്യം വരുന്ന അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എൽസ ഇപ്പോ അവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ജോനാഥനും അവളുടെ പുറകെ പോകുന്നത് കാണുന്ന സോറ് അവനോട് പോകരുതെന്നും നിനക്ക് വീണ്ടും അപകടം പറ്റുമെന്നും പറയുമ്പോൾ അടുത്ത നിമിഷം തന്നെ അവനിപ്പോ ഒരു വെയിറ്റേഴ്സിനെ പോയിട്ട് ഇടിച്ചിട്ട് അവൻ താഴേക്ക് വീണു പോകുന്നുണ്ട്. അങ്ങനെ ഇതും കൂടി കാണുമ്പോൾ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ആലോചിച്ച് അവൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇനി ശരിക്കും അവൾ പറഞ്ഞതുപോലെ അവൾ തന്റെ ഫ്യൂച്ചറിൽ നിന്ന് വന്ന ഭാര്യ തന്നെയാണോ എന്നും അവൻ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഭ്രാന്ത് പിടിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ജോനാഥൻ അവളുടെ അടുത്ത് തന്റെ വീട്ടിലേക്ക് കയറി പോരുതെന്ന് പറഞ്ഞ് അവളെ പുറത്താക്കി വാതിലടിച്ച് വീടിന്റെ ഉള്ളിലിരുന്ന് സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശല്യം ഒഴിഞ്ഞു പോകുന്നൊക്കെ വിചാരിച്ച് അവൻ കിടക്കുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം എണീക്കുമ്പോൾ സോറ് അവൾ ഇരുന്ന് അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതാണ് അവൻ കാണുന്നത്. മാത്രമല്ല ആ തണുപ്പത്ത് ആകെ തണുത്ത് വരച്ച് വീക്കായിട്ടിരിക്കുന്ന സോറിനെ കാണുമ്പോൾ എന്തോ ഒരു മനസാക്ഷി തോന്നുന്ന അവൻ അവളെയും കൂട്ടി നേരെ റെസ്റ്റോറന്റിലേക്ക് ചെന്നിട്ട് ഫുഡൊക്കെ മേടിച്ചിട്ട് ശരിക്കും നീ ആരാണെന്ന് ചോദിക്കുമ്പോഴും സോറ് ഫ്യൂച്ചറിൽ നിന്ന് വന്ന അവന്റെ ഭാര്യയാണെന്നും തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിന്നെ പറ്റി എന്ത് വേണമെങ്കിലും തന്റെ അടുത്ത് ചോദിച്ചോളാനും അവള് ആവശ്യപ്പെടുമ്പോൾ അവനിപ്പോ അവന്റെ അമ്മയുടെ പേരും അവന്റെ സിബ്ലിങ്സിന്റെ പേരും എന്താണെന്ന് പറയാനായിട്ട് അവളോട് ആവശ്യപ്പെടുകയും അവളാകട്ടെ പുഷ്പം പോലെ അവളുടെ പേരുകൾ മാത്രമല്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് വരെ അവന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കേട്ട് അവൻ ആകെ ഞെട്ടിത്തെറിച്ചു പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ സോറാകട്ടെ അവൻ ഏറ്റവും ഇഷ്ടമുള്ള ചിക്കൻ സൂപ്പ് അവനെ വെച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ജോനാഥൻ അവളുടെ അടുത്ത് വന്നിട്ട് നീ ശരിക്കും എന്റെ ഫ്യൂച്ചർ വൈഫ് ആണെങ്കിൽ നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് ഞാൻ വന്നിരിക്കുന്നത് നിന്റെ ലൈഫ് ഒന്ന് ബെറ്റർ ആക്കാനാണെന്ന് പറഞ്ഞ് അവളിവനെ നേരെ അവന്റെ സ്റ്റുഡിയോയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നീ ഇന്ന് ക്യൂറേറ്റർ ആയിട്ടുള്ള ഡേവിഡിനെ കാണാൻ പോവുകയാണെന്നും തനിക്ക് അറിയാമെന്നും പക്ഷെ ഡേവിഡിന് നീ കാണിച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോസും ഇഷ്ടപ്പെട്ടു
ഇഷ്ടപ്പെടില്ലെന്നും അതിൽ നീ അത്രയും കാര്യമാക്കാത്ത ഒരു മുത്തശ്ശിയുടെ ഒരു ചിത്രമാണ് അവന് ഇഷ്ടപ്പെടാൻ പോകുന്നതെന്നും അവൾ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ജൊനാഥൻ കാർലോണിയും കൂട്ടിയിട്ട് ആ ഒരു ഫോട്ടോസൊക്കെ ഡേവിഡിനെ കാണിക്കാനായിട്ട് ചെല്ലുകയും അവൾ പറഞ്ഞതുപോലെ തന്നെ ഡേവിഡിന് അവനെടുത്ത എല്ലാ ഫോട്ടോസിനേക്കാളും കൂടുതൽ ആ ഒരു മുത്തശ്ശിയുടെ ഫോട്ടോ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സമയത്താണ് ഒരു പക്ഷേ സോറ് പറയുന്നത് പോലെ അവൾ തന്റെ ഫ്യൂച്ചർ വൈഫ് തന്നെ ആയിരിക്കാമെന്ന് ജൊനാഥൻ റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു സത്യം മനസ്സിലാക്കുന്ന ജൊനാഥൻ അവൾക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് അവൾ തന്റെ ഫ്യൂച്ചർ വൈഫാണെന്നും തന്റെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണെന്നും സ്വയം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പയ്യെ പയ്യെ അവർ പരസ്പരം സംസാരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മൊമെന്റിൽ അവളാകട്ടെ അവൻ സ്ഥിരമായിട്ട് വലിച്ചുകൊണ്ടിരുന്ന ഒരു സിഗരറ്റ്സ് എല്ലാം കൊണ്ട് നശിപ്പിച്ച് കളയുന്നുണ്ട്. മാത്രമല്ല അവൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്ന മദ്യവും അവളെടുത്ത് സിങ്കിക്ക് ഒഴിച്ചു കളയുമ്പോൾ ഇതൊന്നില്ലാണ്ട് താൻ എങ്ങനെ ജീവിക്കുന്ന ജൊനാഥൻ ചിന്തിക്കുന്നുണ്ടെങ്കിലും സോറാകട്ടെ എന്ത് വില കൊടുത്തും അവൻ ഇനി ആൽക്കഹോളും സിഗരറ്റ്സും ഒന്നും തൊടിയിക്കില്ല എന്നൊരു വാശിയിൽ തന്നെയായിരുന്നു. മാത്രമല്ല അവന്റെ ലൈഫ് സ്റ്റൈൽ തന്നെ സോറിപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവനെ നേരത്തെ എണീപ്പിച്ച് അവനെ എക്സസൈസ് ചെയ്യിപ്പിച്ച് അവന് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൊടുത്തിട്ട് അവന് ഹെൽത്തി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ തന്നെ അവളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഇതിനൊക്കെ ഇടയ്ക്ക് അവർ രണ്ടുപേരുടെ ഇടയിലുള്ള ആ ഒരു ബോണ്ട് ഒന്നും കൂടി സ്ട്രോങ്ങർ ആയിട്ട് വരികയും അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് തുടങ്ങിയതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അവന്റെ ഫോട്ടോസൊക്കെ ഇപ്പൊ ഇഷ്ടപ്പെടുന്ന ഡേവിഡ് മെഡ്രിഡിൽ നടക്കുന്ന ഒരു ഫോട്ടോ എക്സിബിഷന് തന്റെ കളക്ഷൻ വേണമെന്നും അതിനുവേണ്ടി യൂണീക്ക് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് എടുക്കാനും അവരോട് ആവശ്യപ്പെടുകയും ഇത് കേൾക്കുന്ന ജൊനാഥന് വളരെയധികം ഹാപ്പി ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മളുടെ സോറാകട്ടെ ജൊനാഥനെ അവന്റെ അലമ്പ് പിടിച്ച ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഇപ്പൊ നല്ലൊരു ഹെൽത്തി ആളാക്കി മാറ്റി അവരിപ്പോ നല്ലപോലെ തന്നെ ഒരു ഹസ്ബൻഡ് വൈഫായിട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് താൻ ആദ്യമായിട്ട് സോറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നത് അവന്റെ മൂത്ത ചേച്ചിയുടെ മാരേജിനായിരിക്കുമെന്നും അവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നീട് അവർ കല്യാണം കഴിക്കുകയായിരിക്കുമെന്നും സോറിപ്പോ അവനോട് പറയുകയും നീ തന്നെയാണ് എന്റെ ലൈഫിൽ വരേണ്ടതെന്ന് ജൊനാഥൻ അവൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നീട് ജൊനാഥൻ അവൾക്ക് ഡേവിഡിന് വേണ്ടി അവൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോസ് കാണിച്ചു കൊടുക്കുകയും സോറ് അതിൽ വളരെയധികം ഇഷ്ടപ്പെട്ട് അവൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും സ്വയമായിട്ട് ഇച്ചിരി സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരുന്ന ജൊനാഥൻ ഇപ്പോൾ അവളെയും കൂട്ടിയിട്ട് ഒന്ന് പുറത്തേക്ക് സൺസെറ്റ് കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ആ ഒരു സൺസെറ്റിന് മുമ്പിൽ അവളെ നിർത്തിക്കൊണ്ട് അവൻ അവന്റെ കളക്ഷനിലെ ഏറ്റവും അവസാനത്തെ ആ ഒരു ഫോട്ടോ എടുക്കുകയും ആ ഒരു ഫോട്ടോ കാണുമ്പോൾ അവന് സ്വയം അതൊരുപാട് ഇഷ്ടപ്പെട്ട് അവൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഡേവിഡിന് ഇതൊരുപാട് ഇഷ്ടമാവും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന അവര് റിലാക്സ് ചെയ്ത് അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് ജൊനാഥൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവൻ ആരും അറിയാണ്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു സിഗരറ്റ് എടുത്ത് അത് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് കണ്ട് അവിടേക്ക് എത്തുന്ന സോറ് വളരെയധികം ഇമോഷണൽ ആയിട്ട് നിന്റെ ഈ ഒരു ബാഡ് ഹാബിറ്റ് മാറ്റണമെന്ന് നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞതാണെന്നും ഇത് കാരണം എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് നിനക്ക് അറിയാണ്ടാണെന്നും നമ്മുടെ കല്യാണം കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം എന്നെ തനിച്ചാക്കി എന്റെ ഈ ഒരു ലൈഫ് ടൈമിൽ ഫുള്ള് എന്നൊപ്പം നീ ഉണ്ടാവുമെന്നുള്ള നിന്റെ പ്രോമിസ് തെറ്റിച്ച് നീ മരണപ്പെട്ടു പോകുന്നു. അതിന് കാരണം നിന്റെ ഒരു ആൽക്കഹോളും സ്മോക്കിങ്ങും തന്നെയാണെന്നും അതുകൊണ്ട് അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താൻ ഈ ഒരു ലോകത്തിലേക്ക് വന്നിരിക്കുന്നതെന്ന് അവള് പറഞ്ഞ് വളരെയധികം ഇമോഷണൽ ആയിട്ട് നീ എന്തിനാണ് ഒറ്റയ്ക്കാക്കി എന്റെ ജീവിതം തകർത്തേന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം എനിക്ക് തന്നതെന്നും ചോദിച്ച് ദേഷ്യപ്പെടുന്ന സമയം തന്നെ അവളുടെ മൂക്കിൽ നിന്ന് പെട്ടെന്ന് ബ്ലഡ് വന്ന് അവൾ അൺകോൺഷ്യസ് ആയിട്ട് താഴേക്ക് വീഴുന്നുണ്ട്. അവിടുന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മൾ കാണിക്കുന്നത് ഒരു മൂവിയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ ഒരു സെയിം സീനാണ് കേട്ടോ. ഉറങ്ങി കിടക്കുന്ന ജൊനാഥൻ എണീക്കുകയും അവന്റെ അപ്പുറത്ത് അവൻ ഇതിനു മുമ്പ് കാണാത്ത സുന്ദരിയായിട്ടുള്ള നമ്മുടെ സോറ് ഇരിക്കുകയും അവൾ സ്വയം താൻ സോറാണെന്നും ഫ്യൂച്ചറിൽ നിന്ന് വന്ന അവന്റെ ഭാര്യയാണെന്ന് അവനോട് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ജൊനാഥനാകട്ടെ അവളെ പറ്റി യാതൊരു ഓർമ്മയും തന്നെ ഉണ്ടായിരുന്നില്ല. സോ ബേസിക്കലി ഇത് ഒരു ടൈം ലൂപ്പ് ആയിരുന്നു. ഓരോ പ്രാവശ്യവും സോർ ഇതുപോലെ രാവിലെ അവൻ എണീക്കുമ്പോൾ അവന്റെ സൈഡിലിരുന്ന് അവനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്ത് അവന് നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരുമെങ്കിലും അവന് ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഈ പറഞ്ഞ പോലെ തിരിച്ച് ആൽക്കഹോളും സിഗരറ്റും ഒക്കെ ഉപയോഗിച്ച് സ്വയം ഹെൽത്ത് കളയുന്ന നേരത്ത് ദേഷ്യവും വിഷമവും ഒരുമിച്ച് തോന്നുന്ന സോറ് അവന്റെ അടുക്കൽ വന്നിട്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞ് അവൻ മരിക്കുമെന്ന് അവന് വോൺ ചെയ്യുന്ന അതേ നേരം തന്നെ അവളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്ന് ടൈം ലൂപ്പ് ആദ്യം മുതൽ റിപ്പീറ്റ് ആവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ട് സോർ ആക്ച്വലി ഈ ഒരു ടൈം ലൂപ്പിലാണ് പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യവും അവൾ ഈ ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോഴും അവള് ബ്ലീഡിങ് വന്ന് മരിച്ചു പോവുകയും ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നതും ഇപ്പൊ നമ്മൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ വീണ്ടും ആ ഒരു ആദ്യത്തെ ദിവസം നമ്മൾ കണ്ട സെയിം സീനുകൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ജൊനാഥൻ എണീക്കുന്നു. അവളെ കണ്ട് ദേഷ്യം വരുന്ന അവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള കാർലോനെ വിളിച്ച് അവനാണോ അവളെ വിട്ടേന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് തന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എൽസയെ കാണാൻ പോകുന്നു. ഇവിടേക്ക് സോറ് വന്ന് തന്റെ ഫ്യൂച്ചർ വൈഫാണെന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എൽസ അവൻ ഇട്ടിട്ട് പോയിട്ട് അവൻ വീഴാൻ പോകുന്നതും ഒക്കെ ഇപ്പൊ റിപ്പീറ്റ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇതുകൊണ്ട് തന്നെയാണ് മൂവിയുടെ തുടക്കത്തിൽ അവള് പലതവണ
തവണ വീടരുതെന്നും സൂക്ഷിച്ച് നടക്കാന്നൊക്കെ പറഞ്ഞിട്ട് ജൊനാഥനെ വാൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ ബൈ ഹാർട്ട് പോലെ ആയിരുന്നു. അങ്ങനെ വീണ്ടും ജൊനാഥനപ്പോ അവളോട് കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് അവള് ഫ്യൂച്ചറിൽ നിന്ന് വന്ന ആ ഒരു വൈഫാണെന്ന് ഉറപ്പിച്ച് അവര് രണ്ടുപേരും കൂടി വീണ്ടും നല്ല സന്തോഷത്തിൽ ജീവിക്കുകയും സോറ അവന്റെ ലൈഫ് സ്റ്റൈൽ ഫുള്ള് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവിടെയും അവളുടെ കണ്ണ് വെട്ടിച്ച് ജൊനാഥനപ്പോ സ്മോക്ക് ചെയ്യുകയും ആൽക്കഹോൾ കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ താൻ ഇത്ര നാൾ കഷ്ടപ്പെട്ടിട്ടും ഇവൻ ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമം വരുന്ന സോറ ആകട്ടെ നീ എന്തിനാണ് തന്നോട് വീണ്ടും വീണ്ടും ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ച് ആകെ ഇമോഷണൽ ആയിട്ട് ദേഷ്യപ്പെട്ട് നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയുകയും അവൻ അധികം വൈകാണ്ട് മരിച്ചു പോകുന്ന പറയുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ അവളുടെ നോസ് ഇപ്പൊ ബ്ലീഡ് ചെയ്ത് അവള് മരിച്ചു പോവുകയാണ്. അങ്ങനെ വീണ്ടും ആ ഒരു ലൂപ്പ് റീസെറ്റ് ആവുകയും ഈ നടന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഒരുപാട് തവണ ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു ലൈഫ് തന്നെ മടുക്കുന്ന ഓറിപ്പോ പിറ്റേ ദിവസം പതിവ് പോലെ ആ ഒരു ലൂപ്പ് ആരംഭിച്ച് അവള് ഉറക്കം എണീക്കുമ്പോ ഈ സമയം ജൊനാഥൻ കാണാതെ അവള് പയ്യെ ആ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ കുറച്ചപ്പുറം മാറിയുള്ള ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഒരു ജോലിക്കായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. കറന്റ് വേൾഡിൽ അവൾ ഒരു ഫാഷൻ ഡിസൈനർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്ന ഒരു ഡ്രസ്സിന്റെ ഒരു പ്രോബ്ലം അവള് സ്പോട്ടിൽ മാറ്റി കൊടുക്കുകയും ഒരു ഷോപ്പിന്റെ ഓണർ ഇംപ്രസ് ആയിട്ട് അവള് അപ്പൊ തന്നെ ജോലിക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ലൂപ്പ് കഴിയാതെ തനിക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ലെന്ന് ഉറപ്പാകുന്ന അവള് ഇനിയും താൻ ജൊനാഥന്റെ ഒപ്പം നിൽക്കുന്നില്ലെന്നും കാരണം ഇപ്പൊ എങ്ങാനും കല്യാണം കഴിച്ച് ജൊനാഥന് എന്തെങ്കിലും പറ്റാണെങ്കിൽ തന്നെ ആ ഒരു വിഷമം തനിക്കൊരിക്കലും താങ്ങാൻ പറ്റില്ലെന്നും ഇത്രയും തവണകൾ താൻ ട്രൈ ചെയ്തിട്ട് പോലും ജൊനാഥൻ അവന്റെ ആ ഒരു ശീലം മാറ്റാൻ തയ്യാറാവാത്ത കാരണം കൊണ്ട് എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ട് ആ ഒരു ജോലി തന്നെ ചെയ്ത് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ സോറ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് പെട്ടെന്ന് അവളുടെ ആ ഒരു ഷോപ്പിലേക്ക് ഇപ്പൊ ജൊനാഥനും അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എൽസിയും അവരുടെ വെഡിങ്ങിന്റെ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് അവിടേക്ക് എത്തുന്നത്. അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ട് സോറിന് ഒത്തിരി വിഷമമാവുന്നുണ്ടെങ്കിലും ഇപ്പോൾ പരമാവധി അവളുടെ ആ ഒരു ഡ്യൂട്ടി ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് അവളുടെ കൈയൊക്കെ വിട്ടു പോകുന്നുണ്ട്. അന്നേരമാണ് അവിടെ നിൽക്കുന്ന ജൊനാഥനും എൽസയും കൂടി പരസ്പരം തല്ലുകൂടുന്നത് അവള് കാണുന്നത്. എൽസ ആകട്ടെ ഇങ്ങനെ ഇത്തിരി സെൽഫിഷ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ജൊനാഥന്റെ ഇഷ്ടങ്ങളൊന്നും അവള് വകവെക്കാത്ത കാരണം കൊണ്ട് ആ ഒരു സ്പോട്ടിൽ വെച്ച് അവര് രണ്ടുപേരും കൂടി ബ്രേക്കപ്പ് ആവാണ്. സോ ഇത് കണ്ട് ഇതിപ്പോ എന്താ ഉണ്ടായേ എന്താ ചെയ്തേന്ന് അറിയാണ്ട് മനസ്സിലാവാണ്ട് തന്റെ ഇത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജേർണിയിലും തനിക്ക് ഒരു ജോബ് തന്ന് തന്റെ ഒപ്പം നിന്ന് തനിക്ക് ഒരുപാട് ഇൻസ്പയറിംഗും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തന്ന അവളുടെ ആ ഒരു ഓണറിനെ പോയിട്ട് അവള് കെട്ടിപ്പിടിച്ചിട്ട് ആളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയും ഇതേ ടൈമിൽ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യാണ്. പക്ഷെ ഈ സമയം അവള് നേരെ ജൊനാഥൻ അവളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിരുന്ന സമയത്തൊക്കെ അവളിൽ നിന്ന് മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന കബോർഡിലിരിക്കുന്ന ഒരു പാഴ്സലാണ് അവളിപ്പോ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. അത് ആക്ച്വലി അവളുടെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എൽസ എഴുതിയിരുന്നതാണെന്നാണ് അവൾ ആദ്യം വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അത് തുറന്നു നോക്കുമ്പോഴാണ് അത് ശരിക്കും ജൊനാഥൻ അവന്റെ അച്ഛന് തന്നെ എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് ആണെന്നും ഇത് തുറന്നു നോക്കുമ്പോൾ അവന്റെ അച്ഛനെ വളരെയധികം മിസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ലെറ്റേഴ്സ് ആണെന്ന് അവള് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇതേ നേരമാണ് ജൊനാഥൻ ഇപ്പൊ എഴുന്നേറ്റ് അവളെ പറ്റി യാതൊരു ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ അവൾ ആരാണെന്നൊക്കെ അവനങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം തന്നെ സോറ് സാധാരണ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നതിന്റെ ഒപ്പം തന്നെ നീ നിന്റെ അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ രാവിലെ തന്നെ തന്റെ വീട്ടില് ഇതുപോലൊരു അറിയാത്തൊരു സ്ത്രീയെ കാണുന്ന അവനിപ്പോ അത് പോലീസിനെ ഇൻഫോം ചെയ്യുകയും പോലീസ് അവളെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാണ്. സോ ഇപ്പോ അവന്റെ അച്ഛനെ പറ്റി ഒരു ക്ലൂ കിട്ടുന്ന അവള് ഇങ്ങനെ പോയ കാര്യങ്ങൾ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി ഇപ്പൊ വീണ്ടും ആ ഒരു ലൂപ്പ് റീസെറ്റ് ചെയ്ത് എല്ലാം പഴയ പോലെ തന്നെ നടത്തിയിട്ട് അവർ അത്രയും ക്ലോസ് ആയിട്ട് അത്രയും ബോണ്ടഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് പയ്യെ അവന്റെ അച്ഛനെ പറ്റി അവനോട് സംസാരിക്കാനായിട്ട് ഒരുങ്ങാണ്. ആ ഒരു ലൂപ്പിൽ വെച്ചിട്ട് ആദ്യം ഉണ്ടായതുപോലെ തന്നെ ജൊനാഥനെ ഇങ്ങനെ സ്മോക്ക് ചെയ്തത് അവൾ കൈയോടെ പിടിക്കുന്നുണ്ടെങ്കിലും സാധാരണ പോലെ അവനോട് ദേഷ്യപ്പെടാണ്ട് വളരെ കാമായിട്ട് അവന്റെ അടുത്ത് സംസാരിച്ച് നീ നിന്റെ അച്ഛനെ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് അവള് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന അവൻ തനിക്ക് അച്ഛന് വെറുപ്പാണെന്നും കാരണം അച്ഛൻ അമ്മയെ ചീറ്റ് ചെയ്തിട്ട് വേറൊരു പെണ്ണിനെ വിവാഹം കഴിച്ച കഥയൊക്കെ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. തനിക്ക് അച്ഛനെ അത്രമാത്രം വെറുപ്പാണെന്നും അങ്ങനെ ഒരാളെ താൻ എന്തിനു മിസ് ചെയ്യണമെന്നും അവനിപ്പോ അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഈ സമയം നിനക്കും അച്ഛനും ഇടയിലുള്ള ആ ഒരു ടെൻഷൻ ആ ഒരു സ്ട്രെസ് നീ കുറച്ചു കഴിഞ്ഞാൽ മാത്രം നിനക്ക് നല്ലൊരാളായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സോറ് അവനെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനാകട്ടെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പോൾ അച്ഛൻ അമ്മയിട്ടിട്ട് പോയതിനാണ് നീ അച്ഛനോട് ദേഷ്യപ്പെടുന്നെങ്കിൽ നീയും അച്ഛനെ നിന്ന് എന്ത് മാറ്റമാണ് കാണിക്കുന്നതെന്ന് വളരെയധികം വിഷമത്തോടെ ദേഷ്യത്തോടെ സോറ് പറഞ്ഞു പോകുന്നുണ്ട്. കാരണം അവളെ സംബന്ധിച്ച് ഇത് ഒരുപാട് തവണ അവനെ മാറ്റിയെടുക്കാനായിട്ട് ഇങ്ങനെ പല വഴികളും അവള് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ജൊനാഥൻ ഒന്നിലും നേരെ ആവാത്ത കാരണം കൊണ്ട് ആകെ സഹികിട്ട് മടുക്കുന്ന സോറ് രണ്ടും കൽപ്പിച്ച് അവനോട് അവന്റെ മരണത്തെ പറ്റിയൊക്കെ പറയുകയും തൊട്ടടുത്ത നിമിഷം തന്നെ നോസ് ബ്ലീഡിങ് സംഭവിച്ച് അവളിപ്പോ ഒരു ടൈം ലൂപ്പ് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ലൂപ്പിൽ വെച്ച്
ജൊനാഥൻ എനിക്കുന്നേക്കാൾ മുമ്പ് തന്നെ സോറിപ്പം നേരെ കാർലോ എന്ന അവന്റെ ആ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ കാർലോയെ കണ്ടിട്ട് അവളിങ്ങനെ ജൊനാഥന്റെ ഫ്യൂച്ചർ വൈഫാണെന്നൊക്കെ പറഞ്ഞ് അവൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല താൻ ഇങ്ങനെ ഒരു ടൈം ലൂപ്പിൽ പെട്ട് കിടക്കുകയാണെന്നും ജൊനാഥനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നും അവൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് മയത്തിൽ പറഞ്ഞ മാത്രം ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ എന്നും അവനോട് ആരെങ്കിലും എന്തെങ്കിലും ഫോഴ്സ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ചെയ്യാനായിട്ട് അവൻ കൂട്ടാക്കില്ലെന്നും കാർലോ പറയുന്നുണ്ട്. സോ ഇത് കേൾക്കുന്ന തോറിപ്പോ വളരെ ഡിഫറെന്റ് ആയിട്ട് അവനെ ഒന്നിനും ഫോഴ്സ് ചെയ്യാണ്ട് അവനെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവള് അടുത്ത ഒരു ടൈം ലൂപ്പ് സെറ്റ് ചെയ്തിട്ട് ഈ പ്രാവശ്യം ജൊനാഥനെ ഒന്നിനും ഫോഴ്സ് ചെയ്യാണ്ട് വളരെ സമാധാനപരമായിട്ട് തന്നെ അവനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവന്റെ അച്ഛനുമായിട്ടുള്ള അവളുടെ റിലേഷൻഷിപ്പ് പഴയതുപോലെ ആക്കണമെന്നും ഒക്കെ അവന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും അത് ശരിയാണെന്ന് തോന്നുന്ന അവൻ പിന്നീട് അവളെയും കൂട്ടി തന്റെ അച്ഛനെ കാണാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കുറെ ദൂരം ട്രാവൽ ചെയ്ത് അതിനിടയിൽ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള നിമിഷങ്ങളൊക്കെ ചെലവഴിച്ച് ലാസ്റ്റ് അവര് അവന്റെ അച്ഛന്റെ വീടിന് മുമ്പിൽ എത്തുന്ന നേരത്തെ തന്നെ അവൾക്ക് പെട്ടെന്ന് നോസ് ബ്ലീഡ് വന്ന് അവളിപ്പോ താഴേക്ക് വീഴുകയും ആ ഒരു ലൂപ്പ് റീസെറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സമയം ശരിക്കും അവനെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞ് അതുകൊണ്ടായിരുന്നില്ല ആ ഒരു ലൂപ്പ് റീസെറ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ ഇതിലൂടെ തന്നെ ഇനി ഓരോ ലൂപ്പുകളും താൻ ഇവിടെ ചെലവഴിക്കുമ്പോഴും ഈ ഒരു ലൂപ്പിന്റെ ഓവറോൾ ടൈം കുറഞ്ഞു വരാണെന്ന് മനസ്സിലാക്കുന്ന സോറ് പിന്നീട് അങ്ങോട്ട് ഒരുപാട് തവണ ഈ ഒരു ലൂപ്പിൽ കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് നേരത്തെ ഉണ്ടായ പോലെ തന്നെ അവനെ ഫോഴ്സ് ചെയ്യാണ്ട് അവന്റെ അച്ഛന്റെ ആ ഒരു വീടിന് മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും വഴിക്ക് വെച്ച് തന്നെ അവളിപ്പോ ബോധം കെട്ട് മരിച്ചു വീഴുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മാത്രമല്ല പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ലൂപ്പിലും ഈ ഒരു ടൈം ഡ്യൂറേഷൻ കുറഞ്ഞു വന്ന് ലാസ്റ്റ് സോറിന് ഈ ഒരു ടൈം ലൂപ്പ് തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പോ പിറ്റേ ദിവസം ജൊനാഥൻ ഉറക്കെ എണീക്കുമ്പോൾ ആ ഒരു ലൂപ്പ് കഴിഞ്ഞത് കാരണം കൊണ്ട് തന്നെ സോറ് അവന്റെ അടുത്തൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും എന്തൊക്കെയോ ഒരു മിസ്സിംഗ് പോലെ ജൊനാഥന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അന്ന് തന്നെ അടുത്തതായിട്ട് അവനിപ്പോ അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള എൽസയെ ചെന്ന് കാണുകയും പക്ഷെ അവിടെ വെച്ച് അവർ തമ്മിൽ സംസാരിച്ച് ഇനി സെറ്റ് ആവില്ലെന്ന് പറഞ്ഞ് ജൊനാഥൻ എൽസയെ ബ്രേക്കപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവൻ നേരെ കാർലോയെ പോയി കണ്ടിട്ട് തന്റെ ലൈഫിൽ എന്തൊക്കെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നെന്നും ആരോ എന്തോ തന്റെ ലൈഫിലേക്ക് വന്ന് തന്റെ ലൈഫ് ആകെ ബെറ്റർ ആക്കിയ പോലെ അവന് തോന്നുന്നെന്നും അവനിപ്പോ കാർലോയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ജൊനാഥൻ ഫുള്ള് ഫോക്കസ് ചെയ്യുന്നത് അവന്റെ ആ ഒരു ഫോട്ടോഗ്രാഫി എന്ന പാഷനിൽ തന്നെയായിരുന്നു. മാത്രമല്ല ഈ ഒരു സമയത്ത് ആരും പറയാണ്ട് അവൻ തന്നെ നേരെ അവന്റെ അച്ഛനെ ചെന്ന് കാണണമെന്ന ആ ഒരു തോട്ട് വരികയും അവൻ ചെന്ന് കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് അവന്റെ അച്ഛനും അയാളുടെ പുതിയൊരു ഫാമിലിക്കും നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുന്നൊക്കെ കണ്ടിട്ട് അവിടെ ടേബിളിൽ നിന്ന് ഇരുന്ന അവന്റെയും അവന്റെ അച്ഛന്റെയും പണ്ടത്തെ ആ ഒരു ഫോട്ടോയും കൂടി നോക്കിയിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് അവന്റെ അച്ഛൻ വന്ന് നോക്കുമ്പോൾ കാര്യം അവന്റെ അച്ഛൻ പണ്ട് അവൻ ഉപേക്ഷിച്ച് പോയിട്ട് തങ്ങൾക്ക് വലിയൊരു വിഷമം തന്നെങ്കിലും തന്റെ അച്ഛനായതിന് നന്ദി പറയുകയും തന്റെ അച്ഛനോട് തനിക്ക് യാതൊരുവിധ വിഷമോ ദേഷ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് തന്റെ അച്ഛനോട് താൻ ക്ഷമിച്ചു എന്ന ഒരു നോട്ട് അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ജൊനാഥൻ അവന്റെ അച്ഛനുമായിട്ടുള്ള അവന്റെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പ്രോബ്ലംസ് ഒക്കെ തന്നെ പറഞ്ഞ് സോൾവ് ചെയ്യുന്നുണ്ട്. അതും ആരും തന്നെ പറഞ്ഞു കൊടുക്കാണ്ട് സ്വയം തോട്ടിൽ തന്നെയാണ് അവൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ചേഞ്ച് മാത്രമല്ല കേട്ടോ ഈ ഒരു സമയത്ത് അവനുണ്ടായിരുന്നത്. അടിമുടി തന്നെ അവന്റെ ലൈഫ് ഇപ്പോൾ ഫുള്ളും മാറിയിട്ടുണ്ടായിരുന്നു. അവൻ നന്നായിട്ട് എക്സസൈസ് ചെയ്യാനും രാവിലെ നേരത്തെ എണീക്കാനും നല്ല ഫുഡ് കഴിക്കാനും സ്മോക്കിങ്ങും ആൽക്കഹോളൊക്കെ അവോയ്ഡ് ചെയ്യാനും തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല അവന്റെ അമ്മയെ കണ്ട് അവർ പരസ്പരം സംസാരിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ ഫുള്ള് നമ്മുടെ ജൊനാഥന്റെ ലൈഫ് ഇപ്പം നല്ലൊരു രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് മാത്രമല്ല അവന്റെ കരിയറിലായാലും അവന് നല്ലൊരു ഗ്രോത്ത് തന്നെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അവൻ കാത്തിരുന്നത് പോലെ അവന്റെ ഒരു പാഷൻ ആയിട്ടുള്ള അവൻ എടുത്തിരുന്ന ഫോട്ടോസൊക്കെ എക്സിബിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സിബിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പതാ അവിടേക്ക് ഒരു പെൺകുട്ടി, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പെൺകുട്ടി കടന്ന് വരുന്നുണ്ട്. അവളുടെ പേര് സോറ് എന്ന് ആയിരുന്നു. പക്ഷെ അതിപ്പോ ജൊനാഥന്റെ ഫ്യൂച്ചർ വൈഫോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സോറും ജൊനാഥനും ഇതിനു മുമ്പ് കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജൊനാഥന്റെയും സോറിന്റെയും ഫസ്റ്റ് മീറ്റിംഗിനെ പറ്റിയിട്ടാണ്. അങ്ങനെ ഇപ്പോൾ അവിടേക്ക് വരുന്ന സോറാകട്ടെ ജൊനാഥൻ അവളെയും ആ ഒരു സൺസെറ്റിനെയും വെച്ചെടുത്ത ആ ഒരു പണ്ടത്തെ ഫോട്ടോ ഉണ്ടല്ലോ അതിലേക്ക് വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതേ നേരം തന്നെ അവളെ പെട്ടെന്ന് കണ്ടപ്പോൾ എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്ന ജൊനാഥൻ ഇപ്പൊ പയ്യെ അവളുടെ അടുത്ത് ചെന്നിട്ട് ആ ഒരു പിക്ചറിനെ പറ്റിയിട്ട് അവൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവനിപ്പോ ആ ഒരു എക്സിബിഷനിൽ ഉണ്ടായിരുന്ന ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അറോറ അവൾക്ക് കാണിച്ചു കൊടുക്കുകയും അവളത് നന്നായി തന്നെ എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ വെച്ച് ഇപ്പൊ അവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെട്ട് ജൊനാഥൻ അവൾക്കൊരു ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് അവളും അവളുടെ കൈ അവന്റെ ഹാൻഡിൽ ടച്ച് ചെയ്യുന്ന അതേ ഒരു സമയത്ത് തന്നെ ഇതിനു മുമ്പ് ജൊനാഥന്റെ പാസ്റ്റിൽ അവൻ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ടൈം ലൂപ്പും സോറ് ഓരോ പ്രാവശ്യം ആ ഒരു ടൈം ലൂപ്പ് റീസെറ്റ് ചെയ്ത് തന്റെ ഭർത്താവിനെ അവന്റെ ലൈഫ് നേരെയാക്കാൻ വന്നിരുന്നതും ആയിട്ടുള്ള എല്ലാ മെമ്മറീസും ആ ഒരു ലൂപ്പ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തോ ആ എല്ലാ മെമ്മറീസും ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു ജേർണിയിൽ അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു ലവും
പെയിനും സോറിന്റെ എഫേർട്സും ഒക്കെ അവര് രണ്ടുപേരും ഇപ്പോൾ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല പണ്ട് ജൊനാഥൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആൽക്കഹോൾ കുടിച്ച് സ്മോക്കൊക്കെ ചെയ്ത കാരണം കൊണ്ട് മാരേജ് കഴിഞ്ഞ് വെറും 10 വർഷം കഴിഞ്ഞ് അവൻ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച് വീഴുന്നതും പിന്നീട് അവന്റെ ഫ്യൂണറലിനൊക്കെ ശേഷം അവൻ എടുത്തു വെച്ചിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ നോക്കുന്ന അവള് നേരെ ആർട്ടിക്കിലേക്ക് ചെന്നിട്ട് അവിടെ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ആ ഒരു അറോറ ജീവനോടെ ലൈവായിട്ട് കാണുകയും അവന് ഈ ഒരു ലോകത്ത് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള കാര്യങ്ങൾ അവളായിട്ട് തന്നെ ചെയ്യുകയും അവന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണയെങ്കിലും തന്റെ ഭർത്താവിനെ തനിക്കൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തോടെ കരയുന്ന അവള് തിരിച്ചെത്തി ആ ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട് തന്നെ തന്റെ ആ ഒരു നോട്ട് വായിക്കുകയും അത് നെഞ്ചോട് ചേർത്ത് മയങ്ങി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അവള് എണീക്കുമ്പോൾ അവൾ എങ്ങനെയോ പാസ്റ്റിലുണ്ടായിരുന്ന ആ ഒരു ജൊനാഥന്റെ അടുത്തേക്ക് ഒരു ടൈം ലൂപ്പിലൂടെ എത്തുകയായിരുന്നു. സോ ഇങ്ങനെയാണ് ആ ഒരു ടൈം ലൂപ്പ് തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഫസ്റ്റത്തെ ആ ഒരു ടൈം ലൂപ്പിൽ തന്നെ അവള് ജൊനാഥൻ ആ ഒരു മരിക്കുന്ന കാര്യം പറയുകയും നോസ് ബ്ലീഡിംഗ് സംഭവിച്ച് അവള് മരണപ്പെട്ടു പോവുകയും ടൈം ലൂപ്പ് വീണ്ടും റീസെറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. സോ ഇതായിരുന്നു ആദ്യം തന്നെ നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റോറി. സോ ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ജൊനാഥനും സോറും തങ്ങൾ എത്രമാത്രം പരസ്പരം സ്നേഹിച്ചിരുന്നു എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കി ഇപ്പൊ പരസ്പരം ഹഗ് ചെയ്യുന്ന വളരെ ഇമോഷണൽ ആയിട്ടുള്ള വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു സീനും കാണിച്ച് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ഫീൽ ഗുഡ് മൂവി ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ നിങ്ങളുടെ ഒപ്പീനിയൻസ് എല്ലാം കോമന്റ്സ് വഴി ഞങ്ങൾ അറിയിക്കണേ. ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. Till then, take care and bye bye.